CBSE എക്സാമിന് 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, AB and CD, two spherical mirrors, form parts of a hollow spherical ball with its center as O, as shown in the diagram. If arc AB is equal to 1/2 arc CD, what is the ratio of their focal lengths? എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? നമുക്കിവിടെ രണ്ട് മിററുകൾ ഉണ്ട്, AB and CD. ഓക്കെ, അപ്പോൾ എ ബിയുടെയും സിയുടെയും രണ്ട് പേരെയും നമ്മൾ ഒരു സെയിം സ്ഫിയറിൽ നിന്നാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എ ബി എന്ന് പറഞ്ഞാൽ ഒരു കോൺകേവ് മിറർ ആണ്, സി ഡി എന്ന് പറഞ്ഞാൽ ഒരു കോൺവെക്സ് മിറർ ആണ്. ദെൻ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യം ആർക്ക് ഓഫ് എ ബി. ഓക്കെ, എ ബി എന്ന് പറഞ്ഞ മിററിന്റെ ലെങ്ത് സി ഡി എന്ന് പറഞ്ഞ മിററിന്റെ ഹാഫ് ആണ്. ഓക്കെ, സി ഡിയുടെ ഹാഫ് ലെങ്ത് മാത്രമേ എ ബിക്ക് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ ഫോക്കൽ ലെങ്ത്? അവരുടെ ഫോക്കൽ ലെങ്ത്തിന്റെ റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ആദ്യത്തെ ആളുടെ ഫോക്കൽ ലെങ്ത്, എ ബിയുടെ ഫോക്കൽ ലെങ്ത് നമുക്ക് F1 ആയിട്ട് എടുക്കാം. അതേപോലെ സി ഡിയുടെ ഫോക്കൽ ലെങ്ത് നമുക്ക് എന്തായിട്ട് എടുക്കാം? F2 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് F1:F2 എന്താണ്, അവരുടെ ഫോക്കൽ ലെങ്ത്തിന്റെ റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആർക്ക് ലെങ്ത് ഒക്കെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മളെ വെറുതെ കൺഫ്യൂസ് ചെയ്യാനായിട്ടാണ്. നമ്മൾ അതിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഈ രണ്ട് മിററും സെയിം സ്ഫിയറിൽ നിന്നല്ലേ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ സെയിം സ്ഫിയറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടു പേരുടെയും റേഡിയസും എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ എ ബിയുടെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആയിരിക്കും, അതായിരിക്കും അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ 6 ആണെന്നുണ്ടെങ്കിൽ സി ഡിയുടെ സെൻറ്ററും എന്ത് തന്നെയാണ്? O തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ത് തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടുപേരെയും റേഡിയസ് ഓഫ് കർവേച്ചർ സെയിം ആണ്. റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത് നമുക്കറിയാലോ, റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഹാഫ് ആണ്. അപ്പോൾ രണ്ടുപേരുടെയും റേഡിയസ് ഓഫ് കർവേച്ചർ സെയിം ആണെങ്കിൽ രണ്ടുപേരുടെയും ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത്തിന്റെ റേഷ്യോ എന്തായിരിക്കും? F1:F2 എന്ന് പറഞ്ഞാൽ 1:1 ആയിരിക്കും. ഓക്കെ, ഇതാണ് ആൻസർ വരാൻ.